ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു ക്യാലിക്സ്. സോ നമ്മളിന്നൊരു ഏലിയൻ പ്ലാനറ്റിൽ മൈൻ ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഹബ്ബ്. നമുക്കിവിടെ സെൻറ്ററിൽ തന്നെ പ്ലേസ് ചെയ്തേക്കാം. അത് ബിൽഡ് ആയിക്കോട്ടെ. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓറ് മൈൻ ചെയ്യണം ഇവിടെ നിന്ന്. ഇത് മൈൻ ചെയ്തിട്ട് നമ്മൾ സ്പേസിലോട്ട് അയച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ $900 ഉണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഏലിയൻ പ്ലാന്റ്സ് ഉണ്ട്. ഇരിക്കണുണ്ടോ? ഇരിക്കണ പച്ച ബഡ് കാലിക്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ കാലിക്സ് എന്ന് പറയും. ഇതാണ് ഇവിടുത്തെ പ്ലാന്റ് ലൈഫ്. ഇമാര് ഡേഞ്ചറാണ്. ഇമാര് നമ്മൾ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം വളർന്ന് പന്തലിക്കും. ഇത് കാണണ്ട കറുപ്പ് കളറിൽ. ഒരു ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഓക്കെ, ഈ മിനി മാപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാം കേട്ടോ. ഇത് നമ്മുടെ ഹബ്ബ്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഏലിയൻ. ഇത് അടുത്ത കാലിക്സ്, റോസ് കാലിക്സ്. അവൻ വൻ ഡേഞ്ചറാണ്. ഇവൻ നമ്മളെ തിരിച്ച് അറ്റാക്കൊക്കെ ചെയ്യാനായിട്ട് അവൻ്റെ സെയിം ഗണ്ണൊക്കെ ഉണ്ട്. ഇത് അടുത്ത വച്ച. ഇമാരെല്ലാം വളർന്ന് പന്തലിക്കും കേട്ടോ. ഇമാരെല്ലാം വളർന്ന് പന്തലിച്ച് ഈ മാപ്പ് ഫുള്ള് ഇമാരാവും. ഇമാർ വളർന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സും പോവും. അതുപോലെ നമ്മളെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഹബ്ബ് എന്നിട്ട് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ ഗെയിം ഓവറാവും. ഓക്കെ, നമുക്ക് നേരെ മൈനിങ് തുടങ്ങിയേക്കാം. എന്നിട്ട് ബിൽഡിൽ കയറി കഴിഞ്ഞാൽ മൈനിങ്ങിൽ നമുക്ക് മൈൻസ് കിട്ടും കേട്ടോ. നമ്മൾ എന്നിട്ട് ഈ മൈൻ വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി കാണിക്കണ്ട. ഓക്കെ, അതിൻ്റെ നേരെ താഴെയുള്ള ഓറെല്ലാം ഇത് മൈൻ ചെയ്തെടുക്കും കേട്ടോ. നമ്മുടെ 940 ഉണ്ട്. നമുക്കൊരു 4 വെച്ചേക്കാം ഇവിടെ. ഓക്കെ, 945 ഉണ്ട്. ഒരെണ്ണത്തിനേൽ നമുക്കിവിടെ പുറകിലും കൂടെ വെക്കാം. 949. ഓക്കെ, 949 അവിടെ തന്നെ ഇരിക്കട്ടെ. പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അമ്മമാർ ബിൽഡ് ആയിക്കോളും. ഓക്കെ, അമ്മമാർ ബിൽഡ് തുടങ്ങിയിട്ടുണ്ട്. നേരെ മേളിയും താഴോട്ട് പണിത് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. വെറൈറ്റിയാണ്, എല്ലാം വെറൈറ്റിയാണ്. ഫ്യൂച്ചറാണ് ഫ്യൂച്ചർ. ഇനി ഇവർക്കെല്ലാം പവർ ആവശ്യമുണ്ട്. നമുക്ക് അതിനകത്ത് സോളാർ എടുക്കാം. നമുക്കൊരു 4 സോളാറൊക്കെ ഗ്രിഡ് ടച്ച് ചെയ്തൊരു 4 വെക്കാം. 2, 3, 4. ഇമാരും ബിൽഡായി വരുന്നുണ്ട്. ഇമാർക്കൊന്നും കറണ്ട് ഇല്ല കേട്ടോ. ഇമാർക്ക് കറണ്ട് എല്ലാം എത്തിക്കണമെങ്കിൽ നമുക്ക് പവറിൽ പൈലോൺസ് ഉണ്ട്. ഈ ഹബിന് ചുറ്റും കാണുന്ന ഈ യെല്ലോ ടൈലുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ അവിടെ എല്ലാം കണക്റ്റ് ആവും. അങ്ങനെ ഇതിനെല്ലാം നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഇവൻ ഇവിടെ ഇരിക്കട്ടെ. പറ്റുന്നത്രോം ലെങ്തിൽ വെക്കുവാണെങ്കിൽ അത്ര എളുപ്പമാണ്. ഓക്കെ, അവൻ അവിടെ വന്ന് ഇരിക്കട്ടെ. അടുത്തവനെ ഇവിടെ വെക്കാം. ഇവൻ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ എല്ലാം തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ടാങ്ക്സ് ഉണ്ട് കേട്ടോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗാലക്സ് വളർന്നു വന്നു കഴിയുമ്പോൾ. ഓക്കെ, അതുപോലെ ടോപ്പ് ലെഫ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് അച്ചീവ്മെന്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ജയിക്കണത്. 3 ഗാലക്സിനെ ഡിസ്ട്രോയ് ചെയ്യണം. പിന്നെ നമ്മൾ 60 മിനിറ്റിനുള്ളിൽ ഗെയിം കംപ്ലീറ്റ് ആക്കണം. അത് വേറൊന്നും. പിന്നെ ഹോസ്റ്റൽ കവറേജ് അണ്ടർ 90%. അതായത് അമ്മമാർ വളർന്നു വരൂലേ ഗാലക്സ്, അമ്മമാരെ മിനിമാപ്പിൻ്റെ 90% താഴെ നിർത്തണം. പിന്നെ ലൂസ് ലെസ് ദാൻ 10 യൂണിറ്റ്സ്. നമ്മുടെ ഈ ടാങ്ക് നശിക്കാണ്ട് നോക്കണം. 10 യൂണിറ്റ് കൂടുതൽ ഡിസ്ട്രോയ് ആവില്ലേ, അത് വേറെണ്ണം. അമ്മമാരെ വളർച്ച നോക്കട്ടെ, എന്തോരം ആയെന്ന് നോക്കട്ടെ. നമുക്ക് ഓറ് മൈനാവണുണ്ട്. കുറച്ച് ഓറായിട്ട് നമുക്ക് കാര്യമുള്ളൂ. എടാ ഇപ്പം തന്നെ ഇത്ര ആയടാ. ഒരു വൺ ടാസ്ക്കാണ് കേട്ടോ. ഇവൻ ഇതിലെ വളർന്നു വന്നിട്ട് നമ്മുടെ ബേസിൻ്റെ തൊട്ടടുത്താണ് അവൻ. ഈ ഓറൊക്കെ പോകട്ടോ. ഇത് കൊള്ളാലോ ഷേപ്പുകൾ. അവൻ നമ്മുടെ തൊട്ടടുത്തുനിന്നാണ് വളർന്നു വരുന്നത്. അതുകൊണ്ടിട്ട് ഇവിടെ എന്തെങ്കിലും ഡിഫെൻഡ് ചെയ്യണം. നമുക്ക് ഡിഫൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഡിഫൻസിനകത്ത് നമുക്ക് വാളുണ്ട്, ഗേറ്റ് ഉണ്ട്. പിന്നെ ഇതെന്താണ്, ബിൽഡ് മെഷീൻ ഗണ്ണുണ്ട്. ഇവിടെ എന്തെങ്കിലും ഡിഫൻസ് സെറ്റ് ചെയ്യണം. ഇമാർക്ക് ഇതിലേ കൂടെ ഒന്നും കയറാൻ പറ്റില്ല കേട്ടോ. ഇമാർ മാണ്ടിയുടെ മണ്ടേ കൂടെ ഒന്നും വലിഞ്ഞ് കയറിയില്ല, അതുകൊണ്ട് സേഫാണ്. പിന്നെ അതുപോലെ ഈ ഏരിയയും ചെരിഞ്ഞെടുക്കണം. ചെരുവിൽ കൂടെ മാത്രമേ ഇമാർ കയറി പോരുള്ളൂ. ഗേറ്റിന് 200ഉം വാളിന് 10ഉമാണ്. നമുക്ക് തൽക്കാലം വാൾസ് പണിത് വെക്കാം. അതായിരിക്കും എളുപ്പം. ഇവിടെ നിന്ന് ഒരു വാളും കൊണ്ട് തുടങ്ങിയേക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഗേറ്റ് ഇല്ലാത്ത നമുക്ക് ജസ്റ്റ് ഒരു വാള് മാത്രം വെക്കാം. നമ്മൾ അറ്റാക്ക് സ്ട്രാറ്റജി ഒക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ തുടങ്ങിയേക്കണേ. അതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ ഒന്ന് കളിച്ചിട്ടുണ്ട് ഗെയിം. ഒന്നും ജയിച്ചില്ല എന്നുള്ളൂ. നല്ല വള്ളിയാണ്. അമ്മമാർ ഭയങ്കരമായിട്ട് വളർന്നു വരും. ആദ്യം കളിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടൂല. ഓക്കെ, അവിടെ ഗേറ്റ് സെറ്റായിട്ടുണ്ട്. നമ്മൾ പ്ലേ ആക്കി കഴിഞ്ഞാലേ ബിൽഡ് ആവുള്ളൂ കേട്ടോ. നമ്മുടെ ഐഡിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ നേരെ ഇവൻ്റെ അടുത്തോട്ട് ആദ്യം ഓടിയെത്താം. ഇവനെ തീർത്തിട്ട് ഇങ്ങോട്ടും പോകണം. ഇങ്ങോട്ട് പോയിട്ട് വേണം ലാസ്റ്റ് ഇവനെ തീർക്കാം. അതാണ് നമ്മുടെ ഇപ്പോൾ പ്ലാന്. മൈനിങ് ഫാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവൻ ഈ സൈഡിൽ കൂടെ വളർന്ന് കയറി വന്നേക്ക് മുന്നേ നമുക്ക് ഇവിടെയും കൂടെ ഒരു ഗേറ്റ് വെച്ചേക്കാം. ഇവിടെ നമുക്കൊരു ഗേറ്റ് വെച്ചിട്ട് മതിൽ പണിയാം. അല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വഴി കാണൂല്ലോ. ഈ സാധനം വളഞ്ഞിരിക്കുള്ളൂ. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? എടാ, അതങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡിഫൻസിന് വേണ്ടിയിട്ട് മെഷീൻ ഗണ്ണും കൂടെ സെറ്റ് ചെയ്തിൻ്റെ മണ്ടയിൽ. അമ്മമാർ എത്തിക്കഴിഞ്ഞാലും അറ്റാക്ക് ചെയ്യണമല്ലോ. പറഞ്ഞാൽ അവിടെ ഇവിടെ അകത്ത് വെക്കായിരിക്കും അല്ലേ. അകത്ത് വെച്ചാൽ അമ്മമാർ അറ്റാക്ക് ചെയ്യലായിരിക്കും. എന്താണ് പൈസയില്ല. 80 ഓറ് വേണം. ഫാസ്റ്റായിട്ട് മൈൻഡ് ചെയ്യണം. നമുക്ക് അതുപോലെ ഇവിടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇരിക്കട്ടെ. 3 ഇമാർക്കും പവറില്ല കേട്ടോ. ഇമാർക്ക് നമ്മൾ പവർ എത്തിക്കണം. റോട്ടിൽ കൂടെ പണിയണ പോലെ തന്നെ ഇരിക്കട്ടെ. സൈഡ് തീർത്ത് പോകാം. നടുക്കൂടെയൊക്കെ നമുക്ക് ടാങ്ക് ഓടിച്ച് കളിക്കേണ്ടതാണ്. അടുത്ത് ഇവിടെ വരട്ടെ. മാക്സിമം നമ്മുടെ പൈസ 110. ഇതിന് നമ്മൾ ക്യാഷ് കൊടുക്കണം കേട്ടോ. ഒരെണ്ണത്തിന് $10 വരും. പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓറ് സ്പേസിലോട്ട് അയക്കണം. ഓക്കെ, നമ്മളിവിടം വരെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗേറ്റ് ക്ലോസ് ചെയ്യാണ്ട്, ഗേറ്റ് മൂടാണ്ട് നമുക്ക് ഇച്ചിരി നീക്കി വെക്കാം.
ഓക്കെ, എല്ലാമാർക്കും ആവശ്യമുള്ള പൈലോൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് കറണ്ട് കൊടുത്തേക്കാം. അങ്ങനെ നമുക്ക് പ്ലേ കൊടുക്കാം. പ്ലേ കൊടുത്ത് വലുതായി തൊട്ടടുത്ത് എത്തിയിട്ടോ. അത് പടർന്ന് പന്തലിക്കണം. തിരമാലയൊക്കെ കയറി വന്നാണ് പിന്നെ ഇവിടെ കട്ടി കൂടിയ നല്ല വെയിൻസ് ഉണ്ട്. കാലിക്സ് ഈസ് അപ്രോച്ചിങ് അവർ പൊസിഷൻ, മേക്ക് ഷുവർ ടു ഡിഫെൻഡ് അവർ ബേസ് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ ഫാസ്റ്റാണ്, നമ്മൾ നേരത്തെ ഡിഫെൻഡ് ചെയ്ത്. ഇവിടെമാർ കലിപ്പാണ് കേട്ടോ, മൊത്തം പോവാണ്. ഇവനാണ് ഇച്ചിരി ഡേഞ്ചർ. അവിടെ നിന്ന് മാത്രമല്ല, അതെ ഇവനും എത്തി. ഇവനും നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടോ. നമുക്കപ്പോൾ ഇവിടെയും കൂടെ കുറച്ച് ഡിഫെൻസ് വെക്കാം. നമ്മുടെ കയ്യിൽ $60 ഉണ്ട്. $60. ഇവിടെ അറ്റാക്ക് തുടങ്ങിയിട്ടവന്മാർ. എസ്കോ ബോയ്സ്, ഞാൻ അറ്റാക്ക് ചെയ്യൂ. അവന്മാർ നമ്മുടെ തൊട്ടടുത്തെത്തി. അറ്റാക്ക് ഡേഞ്ചർ ടാസ്ക് ആയടാ. ഗാലിക്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. നമുക്ക് 4 ടാങ്കിനെയും കൂടെ അറ്റാക്കിന് ഇറക്കിയേക്കാം. ഇവന്മാരെ അവിടെ നിന്ന് ട്രാക്ക് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. ഫോർമേഷനൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഫോർമേഷനിലൊക്കെ ഇടാം. അങ്ങനെ നേരം നീക്കട്ടെ അല്ലേ. അമ്മമാർ മതിലിൻ്റെ പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യുമായിരിക്കും. അവരിവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, അമ്മമാർ വന്നിട്ടുണ്ട്. അമ്മമാർ ആ കാര്യം നോക്കിക്കോളും. നമുക്ക് 400 ഓവറായിട്ടുണ്ട്. അത് മാക്സിമം ആണല്ലേ. നമ്മുടെ കപ്പാസിറ്റി സ്റ്റോറേജ് ഫുള്ളായി. ഓക്കെ, നമുക്കപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെയും കുറച്ച് അറ്റാക്ക് സ്ട്രാറ്റജി ചെയ്യാം. ഡിഫെൻസിനകത്തൊക്കെ ഗണ്ണുണ്ട്. ഇവിടെ ഒരു അകത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അമ്മമാർ ഡയറക്റ്റ് ഇതിനെ അറ്റാക്ക് ചെയ്യുമല്ലോ. 2 3 4. ഓക്കെ, അമ്മമാർ 4 അവിടെ ഇരിക്കട്ടെ. ഇനി അമ്മമാർക്ക് വേണ്ട പവറും കൂടെ ഒപ്പിച്ച് കൊടുക്കണം. 2 പൈലോൺ കൂടെ ആദ്യം ഇവിടെ നിന്ന് കൊടുത്താൽ മതി. ഓക്കെ, ആ സൈഡിൽ കൂടെ വെച്ച് പോയത് നന്നായില്ലേ. ഓക്കെ, സോ യു ഗൈസ് അറ്റാക്ക്. എടോ അവിടെ എത്തി. ഇവർ പണിത് വന്നതിന് മുന്നേ അറ്റാക്ക് തുടങ്ങിയോ? ഇല്ലില്ല, കയറി എത്തിയില്ല. ഓക്കെ, സേഫാണ്. ഓക്കെ, ഇനി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യണം കേട്ടോ. ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓറ് മെയിലോട്ട് അയക്കണ്ടേ, സ്പേസിലോട്ട് അയക്കണ്ടേ. അതിനായിട്ട് നമുക്ക് ഇത് വേണം, ഓർ ട്രാൻസ്പോർട്ട്. അതിനെത്രയാണ്? 300 ഓർസ് വേണം. നമ്മുടെ 228. ഒക്കെ ഫാസ്റ്റായിട്ട് മെയിൻ കൊടുത്തേക്കാം. ഓക്കെ, 300 ആയിട്ടുണ്ട്. ഇനി പോസാക്കിയേക്കാം. ഒത്തിരി ഫാസ്റ്റ് ആക്കണ്ട. ഇവനേലും നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ഈ ടൈലിൽ തന്നെ വെക്കണം കേട്ടോ. ഓർ ട്രാൻസ്പോർട്ടിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒത്തിരി പവർ വേണം. ഇവന് പൊങ്ങി പോകണമെങ്കിൽ ഈ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് റെഡാണ് നമ്മൾ യൂസ് ചെയ്യണ പവർ. 122 എന്നുള്ള ഗ്രീനാണ് നമ്മൾ ടോട്ടൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇരട്ടി പണിയായിരിക്കും. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കൂടെ ഒത്തിരി ലോഡ് വേണം. ഓക്കെ, നമ്മുടെ ഓർ ട്രാൻസ്പോർട്ട് ബിൽഡായിട്ടുണ്ട് കേട്ടോ. അവൻ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതെ നമ്മുടെ പവർ മൊത്തം തീർന്നു. പവർ തീർന്നു കഴിയുമ്പോൾ കണ്ടോ മൊത്തം പണിയാവും. ഇവിടെ എങ്ങും കറണ്ടില്ല. എല്ലാം അറ്റാക്ക് എല്ലാം സ്ലോ ആവും. പെട്ടെന്ന് ലോഡ് ചെയ്യടാ, പെട്ടെന്ന് ലോഡ് ചെയ്ത് പോടാ. ഫോർവേഡ് ആക്കി വിടാം. ഇത് പൊങ്ങിപ്പോയിട്ടുണ്ട്. തിരിച്ചു ഇറങ്ങി കേട്ടോ. അത് കാണാൻ പറ്റിയില്ല, ഫാസ്റ്റായി പോയി. പോസാക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടൂലെന്ന്. ഓക്കെ, $140 ആയിട്ടുണ്ട്. നമുക്ക് കറണ്ട് ഒപ്പിക്കാനായിട്ട് കുറച്ച് സോളാർ പാനൽ ബിൽഡ് ചെയ്യാം. അതേ നടപടിയുള്ളൂ. 60. അവിടെ സ്ഥലമില്ലടാ. റൊട്ടേറ്റ് ചെയ്തായിരിക്കുമോ? അവിടെ വെക്കാൻ സ്ഥലമില്ല. ചമ്മി ഏത്. അന്ന് ഇവിടെ ഇരിക്കട്ടെ. അത് പിന്നെ ഫുള്ള് ഗ്രിഡ് കണ്ടിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല. 2 നമുക്ക് ഒരെണ്ണം കൂടെ വെക്കാനുള്ള പൈസ ഉണ്ടോ? ഇല്ല, അതിനുള്ള പൈസയേ ഉള്ളൂ. അവിടെ പണിയായി. ഇവനെ തൽക്കാലം നമുക്ക് പോസ് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഇവ മൊത്തം കറണ്ട് തീർക്കും. നമ്മുടെ ഇച്ചിരി റീചാർജ് ആവട്ടെ. അല്ലെങ്കിൽ നമ്മുടെ മൈനിനും കറണ്ട് കിട്ടില്ല. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണ് അവസ്ഥ? ഇവിടെ അറ്റാക്ക് തുടങ്ങിയടാ. നമ്മുടെ ടാങ്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ടാങ്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ടാങ്ക് പുറത്തിറങ്ങണം. ഇമാർ ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമാർ ഇതിനകത്ത് പെട്ട് പോകുമെന്നാണ് തോന്നണം. നോക്കട്ടെ, ഇമാർ പോകണില്ലടാ. ഓക്കെ ബ്രോസ്, എല്ലാവരും ഇങ്ങോട്ട് വാ. ഓക്കെ, അമാരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ബോയ്സ്, അറ്റാക്ക്. ഇമാരിൽ നമുക്ക് ഇച്ചിരി ഇങ്ങനെ നിവർത്തി നിർത്തിയേക്കാം അല്ലേ. അതാണ് റൗണ്ടിൽ അറ്റാക്ക് ചെയ്തോട്ടെ. എന്താ മിനിമാപ്പ് നോക്കിയേ, ഇത് ഫുള്ളായി. സ്റ്റോറേജും ഫുള്ളായി, മിനിമാപ്പും ഫുള്ളായി കേട്ടോ. അത്രയും 88%. 2% കൂടെ അമ്മമാർ കയറി വന്നാൽ നമുക്ക് പണിയായി. ഒരെണ്ണം പോയി. ഇനി നമുക്ക് ടാങ്ക് ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കാം അല്ലേ. അതേ നടപടിയുള്ളൂ. ബിൽഡിങ്ങിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫാക്ടറി, ഈ ലൈറ്റ് ഫാക്ടറി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാങ്ക് ഒപ്പിക്കാം. അതിന് നമുക്ക് $200 വേണം കേട്ടോ. നമുക്കപ്പോൾ ഇതിനെ പിന്നെ റീആക്ടിവേറ്റ് ആക്കിയേക്കാം. അതേ നടപടിയുള്ളൂ. ഓക്കെ, നമ്മുടെ പവർ മൊത്തം താഴ്ത്തു പോകണം കേട്ടോ. ഓ ഭാഗ്യം, അവിടെ ചെന്ന് നിന്നു. നമുക്ക് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. നമുക്ക് തൽക്കാലം ആദ്യം ബാറ്ററി തന്നെ ബിൽഡ് ചെയ്യണമായിരിക്കുമല്ലോ ഭേദം. ഈ പച്ചയാണത് ബാറ്ററിയാണ് കേട്ടോ. ഇത് ഈ ഹബിൻ്റെ ബാറ്ററിയാണ്. ഇപ്പോൾ സ്റ്റോർ ചെയ്യണത് ഹബിൻ്റെ ബാറ്ററിയിലാണ് അത് സ്റ്റോർ ചെയ്യണത്. ഒരു പ്രാവശ്യം കൂടെ പോയിട്ട് വന്നാൽ നമുക്ക് ഫണ്ടാകും. അത് പൊങ്ങിപ്പോണ ശരിക്കും കണ്ടില്ലല്ലോ അല്ലേ. ഓക്കെ, മച്ചാനൊന്ന് പൊങ്ങിപ്പോണം നോക്കട്ടെ. ഔട്ട് ഓഫ് പവർ, എല്ലാം ഔട്ട് ഓഫ് പവർ. അത് ഗ്യാപ്പിട്ട് വിട്ടാൽ മതിടാ. കാരണം ചറവറ പോകുമ്പോഴേ ഫില്ലാവുമല്ലോ. ഇനിയിപ്പോൾ ഇത് ഡീആക്ടിവേറ്റ് ആക്കിയേക്കാം. കാരണം ഇതിന് ചാർജ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. ഇത് പെട്ടെന്ന് പോയിട്ട് വരുമ്പോൾ അതിന് സമയം കിട്ടുന്നില്ലല്ലോ. ഓക്കെ, 320 ആയിട്ടുണ്ട്. അവൻ താഴോട്ട് വരട്ടെ. അവൻ താഴോട്ട് വരണം കൂടെ ഒന്ന് കാണട്ടെ. ഓക്കെ, നേരെ തന്നെയാണ് കേട്ടോ ലാൻഡിങ്. നമുക്കൊരു ബാറ്ററി എടുത്ത് ഇവിടെ വെച്ചേക്കാം. എവിടെ വെക്കണടാ? ഇവിടെ ഇരിക്കട്ടെ. ഞെക്കി മാറിപ്പോയി. ഓക്കെ, ഇവനെ ഇവിടെ ബിൽഡ് ചെയ്യാം. ഓക്കെ, അവനവിടെ ബിൽഡ് ആവട്ടെ. എന്താണ് നമ്മുടെ മാപ്പിൻ്റെ അവസ്ഥ നോക്കട്ടെ കേട്ടോ. ഇവിടെ ഇത് പടർന്ന് പന്തലിച്ചു കേട്ടോ. ഇതെല്ലാം കവറായി. ഇവന്മാർ പിന്നെ ഇങ്ങനെ ഓവർലാപ്പ് ആവില്ല. അതൊരു കാര്യമാണ് കേട്ടോ. അത് നല്ലതാണ്. ഇവൻ വന്നാലാണ് സീന്. ഇവന് കണ്ടോ, അറ്റാക്കേഴ്സ് കണ്ടോ.
ദേ ഈ ഇരിക്കണ അറ്റാക്ക് ചെയ്യണ സാധനമാണ് ഈ ഇരിക്കണേ പാമ്പിൻ്റെ തല പോലിരിക്കുന്നത്. ഓക്കേ, ഇവനും ഫുള്ളായിട്ടുണ്ട്. മൊത്തത്തിൽ ഡേഞ്ചറാണല്ലോ. നമുക്ക് അറ്റാക്ക് പുറത്തോട്ട് ഇറങ്ങണം. നമ്മുടെ ടാങ്കുകളുടെ അവസ്ഥ എന്താ? ഇമ്മാരെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇമ്മാർ തീർന്നു പോകും. കുഴപ്പമില്ല, നമ്മുടെ ടാങ്കുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അമ്മമാർക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൂടെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അമ്മമാർക്ക് ഒറ്റയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല ഇതിനകത്ത്. ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബാറ്ററി സെറ്റായി ഓക്കെയാണ്. ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഇത് റീആക്ടിവേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കപ്പാസിറ്റി റെഡിയായോ നോക്കാം. നോക്കട്ടെ, ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ലോഡിംഗ് ആണ്. കുഴപ്പമില്ല, അവൻ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബിൽഡ് സൈലോ, നമുക്കെന്നാൽ ആദ്യം ഒരു സൈലോ ബിൽഡ് ചെയ്താലോ? ഓക്കെ, ആദ്യം ഒരു സൈലോ ഇരിക്കട്ടെ. അതാണെങ്കിൽ പരമാവധി ഓർ സ്റ്റോർ ചെയ്യാമല്ലോ. അമ്മമാരുടെ കപ്പാസിറ്റി കുറഞ്ഞു തുടങ്ങി കേട്ടോ. അമ്മമാരുടെ ചുറ്റുമുള്ളൊക്കെ ഡിസപ്പിയർ ചെയ്ത് തുടങ്ങി. ആ പ്രദേശത്തെല്ലാം മൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അമ്മമാർ ഡീആക്ടിവേറ്റ് ആവും. നമ്മൾ പുതിയത് പണിയേണ്ടി വരും. നമുക്കിപ്പോൾ ഇനി ബാക്കിയുള്ള ഏതാണ്? വേറൊരു ഓർ ഇതേ ഉള്ളൂ. അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഓറില്ല കേട്ടോ. ഓറ് തീർന്നു. ഓറ് തീർന്നതിന് മുന്നേ അംഗം തുടങ്ങണം. ബാക്കി ഓർസ് എല്ലാം ഇമാർ കവർ ചെയ്ത് കളഞ്ഞില്ലേ. ഇത് 2 ഉള്ളൂ നമുക്ക്. ഓക്കെ, നമുക്ക് ബിൽഡിങ്ങിനുള്ളതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ബിൽഡിങ് വെക്കാം. ഇവിടെ ബിൽഡിങ് വെക്കാൻ ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് അങ്ങോട്ടും കൂടെ ഈ നടുക്കോട്ടും കൂടെ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കറണ്ട് ആയിക്കോളുമല്ലോ അല്ലേ. ഓക്കെ, നമ്മുടെ ലൈറ്റ് ഫാക്ടറി ബിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ടാങ്ക്സ് ബിൽഡ് ചെയ്യാം. ബിൽഡ് ലൈറ്റ് ടാങ്ക്, ബിൽഡ് മീഡിയം ടാങ്ക്. അതിന് $100 200 ഓർസും വേണം. നമുക്ക് അതൊരെണ്ണം തൽക്കാലം ബിൽഡ് ചെയ്യാം. അതൊരെണ്ണം കൂടെ ബിൽഡ് ചെയ്യാം അല്ലേ. ഓക്കെ, 2 ഇരിക്കട്ടെ. ഇമാരെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. നമ്മൾ ഇവിടെ നിന്നല്ലേ അറ്റാക്ക് തുടങ്ങണേ. ഇമാരെല്ലാം ഇവിടെ തന്നെ പ്ലേസ് ചെയ്യും. ഇമാർ നേരെ ഇങ്ങോട്ട് വന്നോളൂ. അവിടെ നമ്മുടെ പവർ ഡൗൺ ആയടാ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഓർ ട്രാൻസ്പോർട്ട് ഒന്നുകൂടെ ഡീആക്ടിവേറ്റ് ആക്കി വെച്ചേക്കാം, അല്ലേ ശരിയാവില്ല. ടാങ്ക് നമ്മുടെ ഒരു ടാങ്ക് നമ്മുടെ ബിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. ഏതാ ഫോട്ടോ ഉണ്ടോ? സീനല്ലടാ. അവൻ്റെ അംഗം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇവിടെ ഇമാർ വലിയ കുഴപ്പമില്ല, പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവനും കൂടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. അവൻ സീനാട്ടോ, നോക്കി അവൻ അറ്റാക്ക് നോക്കി. ഏതാണ് എടാ, അവൻ പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല അവനോട്. ഇവൻ അതിൻ്റെ മണ്ടേ കൂടെ അറ്റാക്ക് ചെയ്യുമോ നോക്കട്ടെ. ഓക്കെ, അവൻ കുഴപ്പമില്ല. അവൻ അതിൻ്റെ മണ്ടേ കൂടെ അറ്റാക്ക് ചെയ്തോളും. അവനെ പരമാവധി എന്നാലും മുന്നോട്ട് കയറ്റി നിർത്താം. അവനെ പുറത്തോട്ട് ഇറക്കണ്ട, കാരണം നമ്മൾ അറിയാണ്ടെങ്ങാനും അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടുപേരും പോകണ്ടല്ലോ. അതെ, അടുത്തവനും എത്തിയിട്ടുണ്ട്. ഓക്കെ, യു ഗൈസ് അറ്റാക്ക് ദെയർ. അത് മാത്രം പോരാ, നമുക്ക് ആർട്ടിലറിയും ബിൽഡ് ചെയ്യണം, ഒരു മൊബൈൽ റിപ്പയർ യൂണിറ്റും ബിൽഡ് ചെയ്യണം. ഇത് 2 കൂടെ ഉണ്ടെങ്കിൽ ചൂടെ സേഫാണ്. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉന്നം വെച്ചിട്ട് വെടിവെക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം റിപ്പയർ യൂണിറ്റ് ആണെങ്കിൽ ഫുള്ള് റിപ്പയറും ചെയ്തോളൂ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക്. ഇമാരെ 2 കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അഡ്വാൻസ്ഡ് ടെക് സെൻറ്റർ അൺലോക്ക് ചെയ്യണം. അഡ്വാൻസ്ഡ് ടെക് സെൻറ്റർ 600 ഓറും വേണം, $100 വേണം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഇതിനാണെങ്കിൽ ഡീആക്ടിവേറ്റ് ആക്കി ഓർ ട്രാൻസ്ഫർ ഡീആക്ടിവേറ്റ് ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനി ഫില്ലായാൽ മതി. ഇമാരുടെ അറ്റാക്ക് ഇവിടം വരെ ഉണ്ട്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇവർ കയറി എത്തിയിട്ടില്ല ഇവിടം വരെ. നമ്മുടെ അഡ്വാൻസ്ഡ് ടെക് സെൻറ്റർ ഇട്ടേക്കാം. അതിട്ടാലേ നമുക്ക് കാര്യമായിട്ടുള്ള ടാങ്ക്സൊക്കെ പണിയാൻ പറ്റുള്ളൂ. ഓക്കെ, പ്ലേ ആക്കി വിട്ടേക്കാം. അവൻ റെഡി ആവട്ടെ. ഫാസ്റ്റായിട്ട് പണിയട്ടെ. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അവൻ ബിൽഡാവട്ടെ. ഇമാരെല്ലാം മേളിയും താഴോട്ടാട്ടോ പണിയണേ. ഓക്കെ, മൈൻ എക്സോസ്റ്റഡ്. 3 മൈൻ തീർന്നു കേട്ടോ. അമ്മമാരുടെ സാധനം തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ അമ്മമാരേലും നമ്മൾ ഡിമോളിഷ് ചെയ്യണം. അമ്മമാരെ ഡിമോളിഷ് ചെയ്താലും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, നഷ്ടമാണ്. മൊത്തം നഷ്ടക്കച്ചവടമാണത്. $200 പൈസ കിട്ടിയെന്നാണല്ലോ. അത് 200 ഇല്ലായിരുന്നല്ലോ. ഓ, ഓക്കെ. അമ്മമാരെ ഇത് ഡിമോളിഷ് ചെയ്താൽ പൈസ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മൈനും കൂടെ വെക്കാം. 2 മൈൻ വെക്കാൻ കറക്റ്റ് പൈസ ഉള്ളൂ. ഓക്കെ, 933. അവിടെ 600 ഉള്ളൂ. കൂടുതലുള്ളിടത്ത് തന്നെ വെക്കാം. എന്നിട്ട് അങ്ങോട്ട് പവർ എത്തിച്ചാൽ മതിയല്ലോ. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കണം നമുക്ക് ഇവിടെ മൈൻ ചെയ്യാം. നമുക്ക് നല്ല 640 ഉണ്ടല്ലോ. നമുക്ക് മൈനിൻ്റെ ആവശ്യമുണ്ട്. മൈനില്ലാണ്ട് നമുക്കൊരു കാര്യം നടക്കില്ല. നമുക്കുണ്ട് ഇവിടെ കുറച്ച് മൈൻ സെറ്റ് ചെയ്യാം. 3 കളഞ്ഞില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പവർ വേറെ ആവശ്യമില്ല. 947 ഉണ്ട്, 832, 940 ഇങ്ങനെ വെക്കാം അല്ലേ. ഓക്കെ, കൂടുതലുള്ളവിടെ തന്നെ വെക്കാം. അതാണ് വേദം. പക്ഷെ ഒത്തിരി ദൂരോട്ട് വെച്ചാൽ നമ്മൾ പൈലോൺസിൻ്റെയും ലെങ്ത് കൂട്ടണ്ടേ. ഓക്കെ, ഇനി അമ്മമാർക്കുള്ള കുറച്ച് പൈലോൺസ് വേണം. പിന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. അത് മതിയായിരിക്കും. ഓക്കെ, ബിൽഡാവട്ടെ. ഓക്കെ, അമ്മമാർ ബിൽഡായിട്ടുണ്ട്. പോസ് ചെയ്തേക്കാം. എടാ, നമ്മുടെ ഇവിടുത്തെ വാള് ഡിസ്ട്രോയ് ചെയ്തടാ. അത് പിന്നെ കുഴപ്പമില്ല, ഇവിടെ ടാങ്ക് ഉണ്ടല്ലോ അല്ലേ. ഇമാരെ ഫ്രണ്ടിലോട്ട് നിർത്താം. ഇമാരെ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യട്ടെ. അവിടെ ഗേറ്റൊക്കെ തുറന്ന് നോക്കട്ടെ. അമ്മമാരുടെ അംഗം നോക്കട്ടെ. ഓക്കെടാ, അമ്മമാർ സേഫാണ്. അമ്മമാരവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പോൾ അവർ തിരിച്ച് വന്നില്ലടാ ഇതുവരെ. ഓ, 179 വേണം നമുക്ക്. അപ്പോൾ എനിക്ക് തോന്നണേ നമ്മൾ മൈൻ കൂടുതൽ വെച്ചില്ലേ, അതാണ് പറ്റിപ്പോയത്. നമുക്കൊരു സോളാറും കൂടെ വെക്കാം. ഓക്കെ, ഇവിടെ ഒരു സോളാറും കൂടെ ഇരിക്കട്ടെ. പെട്ടെന്ന് ബിൽഡാവിടെ. ഓക്കെ, അവൻ ബിൽഡായിട്ടുണ്ട്. പവർ തിരിച്ച് വന്നോ? ഇല്ല, ഔട്ട് ഓഫ് പവർ. ഇപ്പോഴും ഔട്ട് ഓഫ് പവറാണ്. ഒരെണ്ണം കൂടെ വേണം. 179, 176. വള്ളിയായിട്ടോ, മൊത്തം വള്ളിയായി. ഓക്കെ,
ഇത് തിരിച്ച് വെക്കണതനുസരിച്ച് പവർ കൂടുതലെടുക്കും അവന്മാർ. നല്ല സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇവിടുത്തെ വാൾ ഇനിയും പോയോ? കുഴപ്പമില്ല. ഇവന്മാർ അംഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവന്മാർ നല്ല പണിയാണ്. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വെച്ചാൽ കാണാൻ രസമുണ്ടല്ലോ. ഇതേടെ 800 മൈൻ കുറേ ആയിട്ടോ. ലോഡ് മൈനായിട്ടുണ്ട്. നമുക്കിതെടുക്കാം. സബ്സ്റ്റേഷൻ അത് വേണ്ട. അപ്പം നമുക്കത് നോക്കിയാൽ ശരിയാവില്ല. നമുക്ക് സോളാർ പാനൽ എടുക്കാം. കൂടുതൽ കറണ്ട് ഉണ്ടാക്കിയാൽ മതിയായിരിക്കുമല്ലോ. ഓക്കെ, അതൊരെണ്ണം ബിൽഡാവട്ടെ. ഇത് അൺലോക്ക് ആയിക്കഴിഞ്ഞാൽ ഓക്കെ. ഇത് ബിൽഡല്ല കേട്ടോ, ഇത് ഇവിടെ നിന്ന് അൺലോക്ക് ആവണം. അവിടെ അൺലോക്ക് ആയിട്ട് നമ്മൾ ഇതിനകത്ത് സാധനം മേടിക്കണം. ടാസ്ക്കാണ്. നീ പറഞ്ഞ ഇവിടെ ഇരി. ഓക്കെ, അവനവിടെ ഇരിക്കട്ടെ. അവൻ പണിത് വരുമ്പോൾ അറിയാം. ഓക്കെ, നമുക്ക് പവർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ടാങ്ക് ബിൽഡിങ്ങിലോട്ട് നോക്കാം. അല്ലെങ്കിൽ ഒന്നും ബാക്കി കാണൂല. അവസാനമാകുമ്പോൾ നമ്മൾ മൂഞ്ചും. ഇവിടെ ഓക്കെ, ഇമാരൊക്കെ നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ അറ്റാക്ക് ചെയ്യാം. ഇവിടെ മൊത്തം വെയിൻസായിടാ, നല്ല വെയിൻസായി. തുടക്കത്തിൽ അറ്റാക്ക് ചെയ്താൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഓക്കെ, നമുക്കൊരു ആത്ലറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഫണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊരെണ്ണം ബിൽഡ് ചെയ്തേക്കാം. അവനേൽ നമുക്ക് ഇവിടെ തന്നെ വരാൻ പറയാം. ഓക്കെ, അവൻ അവിടെ തന്നെ വരുള്ളൂ. ഫാസ്റ്റ് ആക്കട്ടെ. അച്ഛൻ ഇറങ്ങി വന്നെ നോക്കട്ടെ. ഓക്കെ, നമ്മുടെ ആർട്ടിലറി ഇറങ്ങിയതുണ്ട്. വലിയ കുഴലൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടവർ. What? Bro, what are you talking about, man? ഭയങ്കര സ്ലോ ആണ് കേട്ടോ. നമുക്കിത് 60 മിനിറ്റ് തീർക്കാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. ഇപ്പം തന്നെ അരമണിക്കൂറായി. നമ്മുടെ ആർട്ടിലറി എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛനിപ്പോൾ അംഗം തുടങ്ങും. ഇവനെ നമുക്ക് എയിം ചെയ്യാം കേട്ടോ. നോക്കട്ടെ, അതേ പോണോ, അവൻ്റെ ഉണ്ട പോണു, ഇതേ പോണു. കേട്ടോ, സീനാണ്. നമ്മൾ വലിയൊരു വെയിൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് മൊത്തം പോകും കേട്ടോ. നമുക്ക് ഇവനെ കൊണ്ട് ഈ വെയിൻ അങ്ങ് അറ്റാക്ക് ചെയ്യാം, അന്നേരം കാണാമല്ലാതെ. ഓക്കെ, അവൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റ വെടിക്ക് തീർക്കുമോ? ഒറ്റ വെടിക്ക് തീർന്നുണ്ടോ? അതെല്ലാ പ്രദേശം മൊത്തം പോയി. നമ്മൾ അറ്റാക്കിന് ഇറങ്ങും കേട്ടോ. നമ്മൾ ആവശ്യമുള്ള സാധനമൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 3 ആർട്ടിലറി ഉണ്ട്, 10 ലൈറ്റ് ടാങ്ക്, പിന്നെ ഒരു മൊബൈൽ റിപ്പയർ, പിന്നെ നമുക്ക് വേറെ ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. ഈ സാധനം ഇതെന്താണ്? മീഡിയം ടാങ്ക്. 2 മീഡിയം ടാങ്കും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ 16 ടാങ്ക്സ് ഉണ്ട് കേട്ടോ. 20 എണ്ണം വരെ ബിൽഡ് ചെയ്യാം. നമ്മൾ 16 കൊണ്ട് ഇറങ്ങുവാണ്. ആദ്യത്തെ നമ്മുടെ അച്ചീവ്മെൻറ്റ് മൂഞ്ചിപ്പോയി കേട്ടോ. 60 മിനിറ്റ് തീർക്കാനുള്ള ഇപ്പോൾ തന്നെ 62 മിനിറ്റായി. ഓക്കെ, നമുക്ക് ഇറങ്ങിയേക്കാം. ആദ്യം ഇതിനാരെ എല്ലാം കുഞ്ഞി ടാങ്കിനെ എല്ലാം ഇച്ചിരി മുന്നോട്ട് നിർത്തിയേക്കാം. എല്ലാവരും മുന്നേ നിന്നിട്ട് അത് കുഞ്ഞൊക്കെ ക്ലിയർ ആക്കട്ടെ. സെലക്ട് ചെയ്തപ്പോൾ എല്ലാവരും ചാടിയോ? ഇല്ല. ഓക്കെ, ഇവിടെ മൊത്തം ഗാലക്സി വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് നോക്കി, മൊത്തമായി പ്രദേശം മൊത്തം വളർന്ന് പന്തലിച്ചന്മാർ. എങ്ങനെയുണ്ട് നമ്മുടെ ഏരിയ നോക്കി. നിന്മാരെല്ലാം തകർക്കണം. എല്ലാമാരെയും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് പരമാവധി ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്താം. പക്ഷെ എല്ലാമാരും വന്നില്ലല്ലോടാ. പറയണ കേൾക്കണില്ല. ഓക്കെ, ഇവിടെ വരൂ. ഓക്കെ, ഇപ്പം എല്ലാം ഓക്കെ ആയി. മാര് നമുക്ക് ഓരോ പൊസിഷനിൽ വെക്കാം കേട്ടോ, ഓരോ ഫോർമേഷനിൽ വെക്കാം. നമുക്ക് ആർട്ടിലറിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇമാർക്ക് എവിടം വരെ എത്തും. ഓക്കെ, അമ്മാർ ഏറ്റവും ലോങ് ഉള്ളത് തന്നെ അറ്റാക്ക് ചെയ്തോളൂ കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, തകർക്കണനുസരിച്ച് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുക. അത് വെയിൻസൊക്കെ തകർന്നുകൊണ്ടിരിക്കണം. ഓക്കെടാ, പരമാവധി ഫ്രണ്ടിലോട്ട് കയറാം. ഇങ്ങോട്ട് വെച്ച ഇമാർ ഇവിടെ എത്തുമോ? ഓക്കെ, എല്ലാം കൂടെ ഓടിപ്പോരട്ടെ. റിപ്പയർ യൂണിറ്റിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയേക്കല്ലേ. എടാ, അന്നേരം ഒരുത്തന്നെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. എന്നെ പറഞ്ഞാൽ കേൾക്കില്ല, അനുസരണം ഇല്ലാത്തവനാണല്ലോ. ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ആകും അവിടെയൊക്കെ. ഓക്കെ അച്ചാമാരെ, നമ്മുടെ അംഗം തുടങ്ങിയിട്ടോ. നമ്മൾ അറ്റാക്കിന് ഇറങ്ങി. ആർട്ടിലറിക്ക് എത്തണം. മാക്സിമം ലെങ്തിൽ നിന്ന് നമുക്ക് പിടിക്കാം. ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അമ്മാർ അവിടെ തന്നെ പിടിച്ചു. എല്ലാമാരോടും 3 അമ്മാരും കൂടെ ഒരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് തീർന്നോളൂല്ലോ. അമ്മാരുടെ ഉണ്ട്. ഓക്കെ, ഒരുത്തൻ്റെ ഉണ്ട്, ദേ വണ്ടി തകർത്തു. ഇനി അടുത്ത് ഇത് എല്ലാവരും പറയണ കേട്ട് പെട്ടെന്ന് കേടാ. ഫാസ്റ്റാക്കി പോകാം. ഓക്കെ, ഇനി ഇച്ചിരി മുന്നോട്ടാക്കാം. ഈ സൈഡിൽ കയറാം അല്ലേ. തകർക്കണനുസരിച്ച് മുന്നോട്ട് കയറി പോകണം. മാക്സിമം സൂമോട്ടായിട്ടിരിക്കട്ടെ, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അറ്റാക്ക് മൈ ബോയ്സ്. മറ്റേ സൈഡ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഓക്കെ, ആ സൈഡിൽ കുഴപ്പമില്ല, അത് അമ്മാർ നോക്കിക്കോളും. ഇതൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടോ? മൊത്തം സീനായിട്ട് നിൽക്കുകയാണ് ചവരെ, മൊത്തം സീനാണ്. ഇതേ നമ്മുടെ ആർട്ടിലറി എന്ത് ഇമാരോട് നല്ലോണം പറഞ്ഞു കൊടുത്തില്ലേ ഇമാർ ചെയ്യില്ല. ഒരു ലേശം കൂടെ മുന്നോട്ട് കയറുവാണെങ്കിൽ അത് ഒറ്റയടിക്ക് തകർക്കാം കേട്ടോ. ഇമാർ മുന്നോട്ട് കയറിക്കട്ടെ. ഓക്കെ, ഇതങ്ങ് തകർക്കുവാണെങ്കിൽ ഇത്രയും പ്രദേശം പോകുമല്ലോ. അമ്മാർ പിടിക്കണതിന് മുന്നേ നമുക്ക് പിടിച്ച് ഉന്നം വെപ്പിക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവട്ടോ എല്ലാം കൂടെ. ഓക്കെ, അമ്മാർ അവിടെ തന്നെയാണ് ഉന്നം വെച്ചത്. അമ്മമാർക്ക് ബോധമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഫുള്ള്. അത് തകർത്തില്ല എന്നിട്ട്. ഓക്കെ, അടുത്ത ഉണ്ട പോകുന്നുണ്ട്. അതുകൊണ്ട് പറന്നു പോകണം കാണാം കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ ഇവിടെ ഉന്നം പിടിക്കുന്നു. അങ്ങോട്ട് വെടി വെക്കൂ.
എവരിബഡി അറ്റാക്ക് അറ്റാക്ക് ബോയ്സ്. ഓക്കെ ഉണ്ട പറഞ്ഞ് ചെല്ലുന്നുണ്ട്. ഇത് 2 എണ്ണം ഉണ്ട്. ഓക്കെ 2 എണ്ണം വീണാൽ തീരും. ഓക്കെടാ 2 എണ്ണം വീണാൽ മതി. ഒറ്റ ദിവസം ബാക്കിയുണ്ട് കേട്ടോ. അങ്ങോട്ടും കൂടി എന്താ മൊത്തം പനി, ആ പ്രദേശം മൊത്തം തീർന്നു. അവിടെ ആ സെറ്റപ്പിൽ തീർന്ന സെറ്റപ്പിൽ ഒറ്റ ഓട്ടത്തിന് ഫ്രണ്ടിൽ ചെല്ലണം. ഇവിടെ നിന്ന് അടുത്തവനും വളർന്നു വന്നേക്കും മുന്നേ ഓക്കെ ഏറ്റവും ഫ്രണ്ടിൽ ചെല്ലാം. അവിടെ ഓറൊക്കെ തെളിഞ്ഞെളിഞ്ഞ് വന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനി നമുക്ക് ഓറിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് അമ്മരെ തകർക്കാം. ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ടാങ്ക് ഡിസ്ട്രോയ് ആവല് അതുപോലെ 90%. അവിടെ അമ്മമാരെ അതിൻ്റെ നടുക്കോട്ട് കയറിയിടാം. അവർക്ക് പണിയായോ? ഇല്ലില്ല, ചെറുതുണ്ട് പക്ഷേ കുഴപ്പമില്ല. റിപ്പയർ യൂണിറ്റ് ഉണ്ട്, അതുകൊണ്ട് ചെയ്തോളൂ. അമ്മമാർ ഭയങ്കര സ്ലോ ആണ് കേട്ടോ ആർട്ടിലറികൾ. ഓക്കെ അമ്മമാരെ സെലക്ട് ചെയ്തിട്ട് മാക്സിമം ലെങ്തിലോട്ട് പിടിക്കണം. ഓക്കെ നിങ്ങൾ അവിടെ വെടി വെക്കുവിൻ. ക്യാമറ തകർത്തു. നമ്മൾ എത്താറായി കേട്ടോ. നമ്മൾ നമ്മുടെ ആദ്യത്തെ കാലിക്സിൻ്റെ അടുത്ത് എത്താറായി. അത് തകർന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം ക്ലീൻ ആകും. ഓക്കെ ആടാ നമ്മൾ അറ്റാക്ക് തുടങ്ങി കേട്ടോ. കാലിക്സിനെ നമ്മൾ അറ്റാക്ക് ചെയ്യണം. ഒറ്റ പിടിക്കോ ഇല്ല കേട്ടോ. കുറേ വെടിയുടെ ആവശ്യം വരും. ഓക്കെ അടുത്ത് വീണിട്ടുണ്ട്. ക്യാമറയൊക്കെ സേഫാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, വെകിളിത്തരം കാണിക്കാണ്ട് എല്ലാം കൂടെ. അറ്റാക്ക് ചെയ്യടാ. 2 ഉണ്ടേ തന്നെയുള്ളൂ. ഒരുത്തൻ വെടി വെക്കണില്ല ഇങ്ങോട്ട്. എടാ ഒരുത്തൻ വെടി വെക്കണില്ലടാ. വേറെ എങ്ങോട്ടാണ് വെടി വെക്കണത്? അവിടെ 2 പേരെ കണ്ട് സെലക്ട് ആയിട്ടുള്ളായിരുന്നു. ഓക്കെ ഇപ്പോൾ 3 പേരുണ്ട്. തകർന്ന് ആദ്യത്തെ കാലിക്സ് തകരാൻ പോകാൻ കേട്ടോ. അത് തകർന്നുകൂടി ഈ പ്രദേശം മൊത്തം ക്ലീൻ ആകും. ഇത്രയും പ്രദേശം ഒക്കെടാ അവൻ ഡിസ്ട്രോയിഡ്. ഇതേ മൊത്തം ക്ലീനായി. ആ ഏരിയ മൊത്തം ക്ലീനായി. പക്ഷെ നമ്മുടെ പുറകിൽ നിന്ന് അപ്പോൾ അടുത്ത് വന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ അടുത്ത് വളർന്നു തന്നെ. അങ്ങനത്തെ കാര്യമുണ്ട്. ഒരെണ്ണം നശിക്കുമ്പോൾ അടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പരമാവധി മുന്നോട്ട് നിർത്താം. എല്ലാവരും ഓടിക്കോടാ. ഇവിടെ നിന്ന് ഓടിക്കോ. റിപ്പയർ യൂണിറ്റൊക്കെ എത്താൻ ഒത്തിരി സമയം എടുക്കും. അതിന് മുന്നേ കുഞ്ഞന്മാരി ഒന്ന് അറ്റാക്ക് തുടങ്ങിക്കോളും. അമ്മമാരാണ് കേട്ടോ ഫാസ്റ്റ്. അതിനാണ് നമ്മൾ കുഞ്ഞു ടാങ്കുകളെ കുറേ എണ്ണം വേണ്ടത്. 10 കുഞ്ഞു ടാങ്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. അമ്മമാരെ ലേശം പുറകോട്ട് വലിക്കുക. അമ്മമാർ അത്ര ഫ്രണ്ട് നിന്നാൽ ശരിയാവില്ല. പുറകോട്ട് പറ്റേണ്ട. മറ്റേ അവനെ അറ്റാക്ക് ചെയ്യണേ. അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ നമുക്കിനി ആർട്ടിലറിനെ കൊണ്ട് ഇമ്മാരെ അറ്റാക്ക് ചെയ്യണം. ഇമ്മാരിലെ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അമ്മാരെ ആദ്യം തീർക്കാം. ഓക്കെ അമ്മാർക്കും വേണം കേട്ടോ. അമ്മാർക്കും 3 വെടി വേണം ചാവണമെങ്കിൽ. ഇല്ല 2 തീർന്ന്. അടുത്ത് ഇവിടെ കൊടുക്കടാ വെടി വെക്കടാ. പുറകിൽ നിന്ന് വന്നവന്മാർ എവിടം വരെ എത്തി? കുഴപ്പമില്ല, അവിടെ എത്തിയിട്ടുള്ളൂ. ഓ ഇത് ടാസ്ക്കാണ് കേട്ടോ. നല്ല ടാസ്ക്കായി തുടങ്ങി. ത്രെറ്റ് ഡിറ്റക്റ്റഡ്. അത് അമ്മാരാണ്. ഈ വെടി വെക്കണവന്മാരാണ്. ഓക്കെ നമ്മുടെ ടാങ്ക്സ് ഒന്നും കുഴപ്പമില്ല. ഒന്നും ഇതുവരെ ഡിസ്ട്രോയ് ആയിട്ടില്ല കേട്ടോ. 0 ആണ് കിടക്കണത്. കുഴപ്പമില്ല. ഓക്കെ ഈ പ്രദേശം ക്ലീനായി. എടാ ചുറ്റുന്ന ആൾ വന്നിട്ടുണ്ടാ. നമ്മൾ നടുക്ക് വെട്ടി. ഇവനാണ് കേട്ടോ ടാസ്ക്. ഇവനെ തകർത്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല ഈ സമയം കൊണ്ട് മറ്റേ പച്ച എല്ലായിടത്തും ആയി കാണുമല്ലോ. ഉണ്ട് പച്ചതേ ഫുള്ളായി. റോസ് ഇത്രേ ഉള്ളൂ. കേടാ അവൻ തീർന്നു. നമ്മുടെ ആർട്ടിലറിയൊക്കെ ഒന്ന് വീഡിയോ വെക്കണുണ്ട്. ഏതാണ് അവന്മാർ നിരന്ന് നിന്നിട്ട് ഭയങ്കര ഫോർമേഷനിലാണ് കേട്ടോ. തകർക്ക മച്ചാനേ. കിട്ടി. ഇമാരൊക്കെ ഇപ്പോൾ വാൻഷേപ്പ്. ഇമാരൊക്കെ അങ്ങോട്ട് വെടി വെക്കണം. എങ്ങോട്ടാണ് വെടി വെക്കണം? മണ്ടന്മാരാണോ? തീരെ ബുദ്ധിയില്ലല്ലോ. ഓക്കെ അത് ക്ലിയറായി. നമ്മൾ നോക്കിയെന്നാൽ ശരിയാവില്ല കേട്ടോ. നമുക്ക് ഇതിനെ കൊണ്ട് നേരെ ഇവിടെ എങ്ങാനും വെക്കാം. ഒത്തിരി മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ഇമ്മാർ വരാൻ ലേറ്റ് ആവുമല്ലോ. ഓക്കെ നിങ്ങൾ നേരെ ഇമ്മാർ എന്നാ സ്ലോ ആടാവ്. ഇമ്മാർ പോകണുണ്ടോ ഇതിലാണ് താഴെ പുതിയ ഇവനൊക്കെ ഒരു മര്യാദ ഇല്ല കേട്ടോ. എന്താടാ കാണിക്കണേ? ഒക്കെ അഹങ്കാരമാണ്. നമുക്ക് ഈ ഫോർമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ഇമാർ പോകണം നല്ലതായിരുന്നു അല്ലേ. ഓക്കെ കുഞ്ഞു ടാങ്കുകൾ നല്ല പണി എടുക്കുന്നുണ്ട്. നമുക്ക് എവിടം വരെ എത്തണം? ഇവിടം വരെ എത്തിയാൽ മതി. ഒക്കെ ചാര സേഫാണ്. ഇതുണ്ട് പച്ചയാണ് കേട്ടോ ഈ പ്രദേശം മൊത്തം. റോസ് ഇല്ലാത്തവിടെ എല്ലാം പച്ചയായിരുന്നു. അവിടെ ബേസ് എങ്ങനെ ഉണ്ടോ അത് നമ്മളിപ്പോഴാണ് നോക്കണം. ഇതൊക്കെ തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് മൈൻഡ് ആവശ്യമില്ല. നമുക്ക് ഓറിൻ്റെ ആവശ്യമില്ല. ഇവിടെ മാത്രം കുറച്ച് ട്രീസ് ബാക്കിയുണ്ട് കേട്ടോ. ബാക്കി എല്ലാം അമ്മമാർ തീർത്തു. നമ്മുടെ ടാങ്ക് എവിടെയാണ്? ഇവിടെ അല്ലേ. ഓക്കെ നമ്മുടെ മെയിൻ അംഗക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അംഗം തുടങ്ങിയേക്കാം. ആർട്ടിലറി ഉന്നം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആർട്ടിലറി ഇറങ്ങിക്കഴിഞ്ഞാൽ അംഗമാണ്. ഇത് തകർത്ത് കഴിഞ്ഞാൽ ഈ ഏരിയ ക്ലിയർ ആയിക്കോളൂ. ഓക്കെ അടുത്ത് ഇങ്ങോട്ട് നീങ്ങി വരണം. ഓക്കെടാ അമ്മമാരത് തകർത്തിട്ടുണ്ട്. ലേശം മുന്നോട്ട് കയറുന്ന നടപടി ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഒറ്റ ചാട്ടത്തിന് കയറാൻ നോക്കിയാൽ പണിയാവും. അവിടെ ഈ ആർട്ടിലറിനെ കൊണ്ട് ഇത് പൊട്ടിക്കാം. അതല്ലേ പുറകെ കൂടെ വളർന്നു തന്നെ ഉണ്ടോ. ഇവൻ തകർന്ന് അത് പൊക്കോളൂല്ലോ. ഓക്കെ ഗായ്സ് അങ്ങോട്ട് ഉന്നം പിടിക്കൂ. യെസ് അവൻ തീർന്നു. അവൻ്റെ അഹങ്കാരം തീർന്നു കേട്ടോ. ഇതെന്നെ സൂക്കേടായിരുന്നു. ഇനിയിപ്പോൾ ലേശം കൂടെ മുന്നോട്ട് കയറിക്കോ. ഇമാരെ കുറച്ചായിട്ട് നീക്കാതായിരിക്കും ഭേദം. ഇത്തിരി ആക്രാന്തം കാണിക്കാൻ പോയാൽ ഇവിടെ വരെ വന്നിട്ട് മുഞ്ചുള്ളൂ.
ഓ ഇത് ഒത്തിരി വെയിൻസ് ഉണ്ട് കേട്ടോ, അതാണ് പ്രശ്നം. ഒരു ലോഡ് വെയിൻസ് ഉണ്ട്. ഈ വെയിനെല്ലാം ഇവിടെ ഈ ഒറ്റ ഒരെണ്ണം തകർത്ത് കഴിഞ്ഞ് ഈ പ്രദേശം മൊത്തം തീരും. അവനെ തകർക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എത്തേണ്ടി വരും അല്ലേ? കണ്ടോ നമ്മുടെ ഈ ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ ഡിഫെൻസ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ഹബ് ഏരിയയും നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയും മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട്. ബാക്കിയെല്ലാം ഇമാരായി. ഓക്കേ, നമുക്ക് വേരിൻ്റെ അറ്റം പിടിക്കാറായി കേട്ടോ. ഇനി മൊത്തത്തിൽ തകർക്കാൻ പോടാം. അന്നേരം അമ്മമാരവിടെ നിന്ന് അമ്മമാരൊന്നും പറയണ കേൾക്കണല്ലോ കേട്ടോ. അച്ഛന്മാരെ നേരെ ഒന്നും എന്താ ചുറ്റത്തും കയറി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മമാർ ഓട്ടി ഇവിടെ എത്തിയില്ല, ഇപ്പം പണിയാകെ. ഓടിക്കോടാ ഓടിക്കോ വച്ചമ്പി. ഏതാ അവിടെ നേരം അവൻ കുടുങ്ങിയിരിക്കണം അവിടെ. ഓക്കെ, ഇവിടെ നിന്ന് ഇതിനിട്ട് ഉന്നം വെക്കുകയാണെങ്കിൽ തീർന്നില്ലേ? ഇല്ല, നമുക്കിത് ആർട്ടിലറി കൊണ്ട് ഡയറക്റ്റ് അങ്ങോട്ട് ഉന്നം പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സ്ലോയി തന്നെ. ആടാ പിടിച്ചടാ. നമ്മുടെ ലാസ്റ്റ് ഗാലക്സിനെ നമ്മൾ തകർക്കാൻ പോകാൻ കേട്ടോ. അമ്മമാർ വീഡിയോ വെക്കണം, നമുക്ക് ക്ലോസ് അപ്പ് നോക്കാം. എന്തിടാ തെറിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ഗാലക്സിലോട്ട് എത്തി. അമ്മമാർ സേഫ് അല്ലേ? ഇല്ല, സേഫ് ആയത് കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഇവനെയും കൂടെ തീർത്ത് കഴിഞ്ഞാൽ പോരെ. അമ്മമാരവിടെ നിൽക്കട്ടെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോക്കുവാണല്ലോ ഇങ്ങനെ. ഓക്കെ, ഇപ്പം തീരും. തീരാറായി. ഇപ്പം തീരും. കൊടുക്കടാ, ഒരു വീട്ടിയും കൂടെ കൊടുക്കടാ. ആടാ അവൻ തീർന്നടാ. ഈ പ്രദേശം മൊത്തം ക്ലീൻ ആവട്ടോ. മാപ്പ് കണ്ട ഫുള്ളാണ്. ഇപ്പം തീരും. ആടാ ജയിച്ച് വിക്ടറി. അത് മാഞ്ഞു മൊത്തം കാണിക്കണല്ലേ? ഉണ്ട്, കുഴപ്പമില്ല. മിനി മാപ്പ് പോയി കേട്ടോ. ഓ മച്ചാന്മാരെ, നമ്മൾ ജയിച്ചു. നമ്മൾ വിക്ടോറിയസ് ആയി. ഒറ്റ ടാങ്ക് പോലും പോയിട്ടില്ല കേട്ടോ. അത്ര നമുക്ക് കിട്ടി. ഓക്കെ, 0 ലെഫ്റ്റ് വിക്ടറി ഓപ്ഷണൽ അത് പോയിട്ടോ. 60 മിനിറ്റിനുള്ളിൽ പോയി. ബാക്കി 2 എണ്ണം കിട്ടി. 90 താഴെയും 10 യൂണിറ്റ്സും കിട്ടി. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കെന്നാൽ അടുത്ത ഗെയിമുമായിട്ട് കാണാം. ഓക്കെ, ബൈ.